ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇന്ന് എറണാകുളം വരെ പോവാണ്. അപ്പം ബ്രോഡ്വേയിലൊക്കെ പോയിന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനായിട്ട് ഞാനും ചേച്ചിയും ചേട്ടായും കൂടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഇതേ ഞങ്ങൾ എറണാകുളം എത്തി. എറണാകുളത്തോട്ട് കയറുകയാണ്. ആദ്യമേ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 4:30 കഴിഞ്ഞിട്ടാണ്. ആ ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചായ കുടിക്കാനായിട്ട് തോന്നി. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങളൊരു സ്പോട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഈ സ്ഥലം ഒരുവിധം എറണാകുളത്തുള്ളവർക്കൊക്കെ എല്ലാവർക്കും അറിയാം. ക്യൂൻസ് വോക്ക് വേ ആണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ ചായ കുടിക്കാനായിട്ട് പോയത്. നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. കപ്പിൾസൊക്കെയാണ് കൂടുതൽ ഇവിടെ വരാറുള്ളത്. പിന്നെ പല ഷൂട്ടിങ്ങുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴും ഒരു ചെറിയ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വന്ന് നിന്നു. അപ്പം ഞങ്ങൾ കോഫിക്ക് ഓർഡർ കൊടുത്തിട്ട് കടിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ വന്ന് കാപ്പുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ അവിടുന്ന് വണ്ടിയെടുത്ത് മറൈൻ ഡ്രൈവ് വന്നു കേട്ടോ. മറൈൻ ഡ്രൈവ് വന്നിട്ട് കാറ് പാർക്ക് ചെയ്തതിന് ശേഷമാണ് ഞങ്ങളിത് ബ്രോഡ്വേയിലേക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ ബ്രോഡ്വേയിൽ ഭഗവതി എന്ന് പറഞ്ഞ കടയിലാണ് കേട്ടോ വന്നത്. ഇവിടെ നല്ല വിലക്കുറവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കുറച്ച് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, വീട്ടിൽ ഇടാനുള്ള ഡ്രസ്സ്, പിന്നെ ഓഫീസിൽ പോകുന്നവർക്ക് അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തത് കൊട്ടയിലാക്കി ഞങ്ങൾ കൊണ്ടുപോവാണ് ഞങ്ങൾ. അപ്പോൾ ആ ചേട്ടായി ബില്ലടിക്കാൻ പോയ ടൈം കൊണ്ട് ഞാനും ചേച്ചിയും വേറെ കുറേയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുമോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നല്ല അടിപൊളി കളക്ഷൻസാണ്. നല്ല വിലക്കുറവാണ്. ഞങ്ങളെടുത്ത ബെഡ്ഷീറ്റിന് വെറും 160 രൂപ, 170 രൂപ അങ്ങനെയൊക്കെ റേറ്റ് ഉള്ളൂ. അപ്പോൾ എറണാകുളത്ത് വരുന്നവരുണ്ടെങ്കിൽ ഭഗവതി എന്ന് പറയുന്ന കട അന്വേഷിച്ച് തപ്പി ഇവിടെയൊക്കെ വന്ന് പർച്ചേസ് ചെയ്യുക. അങ്ങനെ ഞങ്ങളൊരു നീണ്ട പർച്ചേസിങ് കഴിഞ്ഞിട്ട് കടയുടെ വാതിൽക്ക് തന്നെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ബില്ലൊക്കെ കണ്ട് കണ്ണും തള്ളി നിൽക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കുമായിരുന്നു. ഞങ്ങൾ ഇനി അടുത്തത് പോകുന്നത്, അടുത്ത നമ്മൾ എവിടെയാണ് പോകുന്നത്? എന്റെ ഫേവറേറ്റ്. അതെ അതെ, വായനക്കാരിയാണ്. ഞാൻ ഹാപ്പിയാണ്, അതുകൊണ്ട് മാത്രം ടോപ്പ് എടുക്കാൻ. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് നേരെ ബുക്ക് സ്റ്റാളിലേക്കാണ്. ചേച്ചി വായിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ കേട്ടോ ഇഷ്ടംപോലെ ബുക്ക്, രണ്ടുപേരും നല്ലപോലെ വായിക്കും. അപ്പോൾ രണ്ടുപേർക്കും വായന ഭയങ്കര വായനശീലമുള്ളവരാണ് കേട്ടോ. രണ്ടുപേർക്കും ബുക്ക് സ്റ്റാൾ ഒക്കെ ഭയങ്കര ക്രേസ് ആണ്. അപ്പോൾ ചേച്ചിക്ക് വായിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടും ചേട്ടായിക്കും ഇഷ്ടമുള്ളതുകൊണ്ടും രണ്ടുപേരും ബുക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ പോയി മേടിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് ചേട്ടായി അങ്ങോട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ചേച്ചി മറ്റേ ബിന്ദു പണിക്കരെ പോരായിരുന്നു. എന്തെടുക്കണം ഏതെടുക്കണം എന്നറിയാതെ ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. കുറച്ച് സമയം എടുക്കും അത് കഴിയാനായിട്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര അഗാധമായ തിരച്ചിലായിരുന്നു. എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഞാനും അതിലൊക്കെ ഇങ്ങനെ ഓരോ ബുക്കൊക്കെ നോക്കി നടന്ന് എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല വായിക്കാൻ. പക്ഷെ ഇവർ കൊണ്ടുവെക്കുന്ന ബുക്കുകളൊക്കെ ചിലതൊക്കെ ഞാൻ എടുത്ത് വായിക്കാറുണ്ട് സമയം പോകാൻ വേണ്ടി. അങ്ങനെ കുറേ ബുക്കുകൾ മേടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. രണ്ടുപേരുടെയും കയ്യിൽ 2 കവറൊക്കെ കൊടുത്ത് ഞാൻ ക്യാമറയും പിടിച്ച് ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ രണ്ടുപേരോട് വീഡിയോ വരാൻ പറയുന്ന രംഗമാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ചെന്നത് ഒരു ഫെസ്റ്റിവൽ നടക്കുന്നിടത്തോട്ടാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ അടിപൊളിയായിരുന്നു. കൊച്ചിൻ സൂപ്പർ റിയാലിറ്റി എക്സ്പോ ആണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ. 100 രൂപയ്ക്ക് വെർത്താണ് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. കയറി ചെല്ലുമ്പോൾ തന്നെ പിള്ളേരെ ആകർഷിക്കുന്ന രീതിയിൽ മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. നല്ല ക്രിയേറ്റീവ് ആയിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്തേക്കുന്നത്. വലിയ രൂപത്തിലാണ് ഇതൊക്കെ പണി കഴിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അത് കാണാൻ തന്നെ രസമുണ്ട്. എന്നിട്ട് അതിന് ഇങ്ങനെ ചലിപ്പിക്കാനൊക്കെ ഉള്ള രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. സൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കൂടെ. പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പിള്ളേരെയും കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് കാണാനുള്ള കാഴ്ചകളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഹിപ്പപ്പൊട്ടാമസ്, ഡിനോസർ അങ്ങനെയുള്ള ഓരോ ജീവികളെയാണ്. വലിയ പരുന്ത്, അങ്ങനെ എന്തൊക്കെയോ കുറേ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നടന്ന് കാണാനുണ്ട്. അപ്പോൾ പിള്ളേരെയും കൊണ്ടൊക്കെ പോകുന്നവർക്ക് വർത്താണ് കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരു എൻജോയ്മെൻറ്റ്, ഒരു വീക്കെൻഡൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അധിക ദിവസം ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ പോകാത്തവരുണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ. കൊച്ചിയിൽ വന്നിട്ടുണ്ട്, മറൈൻ ഡ്രൈവിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ണികൾ അതിലിങ്ങനെ നടക്കുകയാണ്. പിന്നെ അവരെ കണ്ട കാഴ്ച ഇതാണ് കേട്ടോ. ഹ്യൂമനോയിഡ് റോബോട്ട്സ് ആണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ അതിൻ്റെ അടുത്ത് നിന്ന് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇങ്ങനെ പട്ടിയുടെ രൂപത്തിൽ, മനുഷ്യൻ്റെ രൂപത്തിൽ. അപ്പം ഇതിങ്ങനെ നടന്ന് ഇങ്ങനെ പോവും. ഇത് റിമോട്ടിലാണെന്ന് തോന്നുന്നു കേട്ടോ വർക്ക് ചെയ്യുന്നത്. അതവിടെ ഇത് കൺട്രോൾ ചെയ്യാൻ അവിടെ ആൾക്കാർ ഇരിപ്പുണ്ട്.
ഇത് മനുഷ്യന്റെ രൂപത്തിലാണ് കേട്ടോ. ഇതിങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. പിള്ളേർക്കാണ് കൂടുതലും ഭയങ്കര ഹാപ്പിനെസ് ആയിട്ട് ഫീൽ ചെയ്തതല്ലേ, പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി ഞങ്ങൾ കാണാൻ പോകുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകുന്നതാണ്. ഇതാണ് ഡോം തിയേറ്റർ കേട്ടോ. ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിനകത്ത് കയറിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടിച്ചള്ളി ഇതിനകത്ത് ഞങ്ങൾ കയറി. അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് എന്താ നടക്കുന്നതെന്നുള്ളത് കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ കുറേ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ സ്ക്രീനാക്കി, ഫുൾ സ്ക്രീനിൽ. അപ്പോൾ അത് എവിടെ നോക്കിയാലും നമുക്ക് ഒരേ ഇത് തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ ലൈറ്റിംഗ് ആണ് ആദ്യം ഞങ്ങളെ കാണിച്ചത്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത്രയും കാണാനായിട്ടാണ് ഞങ്ങൾ കയറിയത്. പക്ഷേ വെറുതെ ആയിപ്പോയി. ഇപ്പോൾ ചേട്ടായിയൊക്കെ ഭയങ്കര നിരാശയായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ക്രീൻ അങ്ങ് മാറാൻ തുടങ്ങി. പിന്നെ സ്ക്രീനിനോടൊപ്പം തന്നെ ഞങ്ങളെ അങ്ങോട്ട് ചലിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. ഒരു 3D എഫക്റ്റ് ആയിരുന്നു ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മളും ഇങ്ങനെ ഇവർക്കൊപ്പം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലവും അവർ ചലിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്കും തോന്നും നമ്മൾ ഈ സ്ക്രീനിൻ്റെ ഒപ്പം ഇങ്ങനെ പോവുകയാണ്, ഇവരുടെ ഒപ്പം ഇങ്ങനെ ഒഴുകി പോവാന്ന്. അപ്പോൾ ഇത് ഭയങ്കര ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ 3 പേരുടെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. ഇങ്ങനെ നമ്മളിങ്ങനെ ഒഴുകി നടക്കും. അടിപൊളി രസമായിരുന്നു. എനിക്കത് വർണ്ണിക്കാനോ അല്ലെങ്കിൽ എടുത്ത് പറയാനോ എനിക്കിത് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിത് കണ്ടു നോക്കും, അപ്പോൾ മനസ്സിലാവും. അങ്ങനെ അടിപൊളി ഒരു സംഭവം കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾ അതിനെപ്പറ്റി കുറച്ച് ഇറങ്ങി നിന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടുത്തെ ഇങ്ങനെ കുറേ സ്റ്റാളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ നേരെ പിന്നെയും ചെന്നത് ബുക്ക് സ്റ്റാളിലേക്കാണ്. ചേച്ചി പിന്നെയും ചെന്ന് കുറേ ബുക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വിലക്കുറവെന്നും പറഞ്ഞ് എല്ലാം മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുക്കിനോട്. എന്നോട് എപ്പോഴും പറയും എനിക്കൊരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ തന്നെ ഞാൻ ഒരു ബുക്ക് സ്റ്റാൾ ഇടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ചേച്ചിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ പർച്ചേസിങ്ങുമായിട്ട് നടക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഓരോന്നിൻ്റെയൊക്കെ വിലയൊക്കെ ചോദിച്ച് നടന്നുള്ളൂ. എല്ലാം ഒന്നും മേടിക്കാനൊന്നുമില്ല. ചേട്ടാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊന്നും മേടിപ്പിക്കത്തില്ല. അതുകൊണ്ട് ഞാനും അങ്ങനെ മേടിക്കാനായിട്ട് വലിയ വാശിയൊന്നും പിടിച്ചൊന്നുമില്ല. അപ്പം ഞങ്ങൾ കരിപ്പട്ടി മേടിച്ചു കേട്ടോ. എല്ലാവർക്കും പനിയൊക്കെ വരുന്നതുകൊണ്ട് ഇത് നല്ലതായിരിക്കും. ഇങ്ങനെ ചായ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കുടിക്കാൻ നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളത് ഒരു 1/2 കിലോ മേടിച്ചു. അങ്ങനെ അത് മേടിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് നടക്കുകയാണ്. ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് പറ്റും. എല്ലാം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ ഇങ്ങനെയുള്ളിടത്തൊന്നും മേടിക്കില്ല. കാരണം ചിലതൊക്കെ തട്ടിപ്പായിരിക്കും, അതാണ് മേടിക്കാത്തത്. അപ്പോൾ ഇങ്ങനെ കുറേ ഗെയിം സെക്ഷനൊക്കെ ഉണ്ട്. അങ്ങനെ വേണേൽ താല്പര്യമുണ്ടെങ്കിൽ കളിക്കാമെന്നൊക്കെ പറഞ്ഞു. കുറച്ചായി ഞങ്ങൾ നോക്കിയിരുന്നു. പിന്നെ ആർക്കും ഒന്നും ഇട്ടിട്ടൊന്നും വീഴുന്നൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അത്ര സുഖമുള്ള ഏർപ്പാടല്ലാന്ന്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യായിരുന്നു കേട്ടോ. ബുക്ക് മേടിച്ച കാര്യങ്ങളും ഓരോന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ അവിടെ നല്ല പാട്ടും ബഹളമൊക്കെ നടക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും അത് പറയുമ്പം ഒന്നും ഈ വീഡിയോയിൽ കേൾക്കാൻ പറ്റത്തില്ല. അതാണ് കേട്ടോ ഞാൻ ഡബ് ചെയ്തത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ തിരിച്ചത് പച്ചക്കറി മേടിക്കാനാണ്. വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറി മേടിച്ചുകൊണ്ട് പറഞ്ഞ് നമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മേടിക്കാനായിട്ട് ഞാൻ ചേട്ടായി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം വിലക്കുറവാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി എന്തൊക്കെ മേടിക്കണം ഞാൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഞാനും ചേട്ടായും കൊണ്ട് ഒരു കൊട്ട എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് ഓരോന്നൊക്കെ മേടിച്ച് ഇങ്ങനെ ഇടാനായിട്ട് തുടങ്ങി കേട്ടോ. അത്യാവശ്യം വിലക്കുറവുള്ള സ്ഥലമാണ്. അതാണ് ഇവിടുന്ന് തന്നെ മേടിക്കാൻ കാരണം. ചേട്ടായി പണ്ടോട്ടെ ഓഫീസിൽ നിന്നൊക്കെ വരുന്ന ടൈമിൽ നിന്ന് ഇവിടെ നിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ പയറ്, പച്ചക്കറി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം അവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത് കേട്ടോ. അപ്പം ഞങ്ങൾ എപ്പോഴും പോകുന്നത് ഞങ്ങളുടെ ടേബിളിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. നല്ല ഫുഡാണ് ഇവിടുത്തെ. അപ്പം ഞങ്ങൾ നേരെ ടേബിളിലേക്ക് വന്നു. അപ്പോൾ ടേബിളിൽ വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡിന് ഓർഡർ കൊടുത്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് രണ്ടുപേരുടെയും കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്താണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ മന്തി വന്നു. മന്തി കഴിക്കാനുള്ള തിരക്കിലാണ് ഞാനും ചേച്ചിയും ചേട്ടായും കൂടെ.
അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് പിന്നെ തിരിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് ടയേർഡായി. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല വീഡിയോസ് ആയിട്ട് വരാം. ബൈ.